ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന, എല്ലാവരിലും ഉപരി ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ കല്യാണ ദിവസമാണ്. എന്താ പറയേണ്ടത് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു 3 മണി കടന്നിട്ട് ഇന്നലെ ഓരെല്ലാവരും വന്ന്, പിന്നെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരാണ്ടേനി. നിഹാലുവരൊക്കെ കൊച്ചിയിൽ നിന്ന് വരുന്നേ. പിന്നെ ഓരോ ഡ്രസ്സ് ഇന്നലെ നൈറ്റ് എന്താ ഖലീഫിന്ന് ഒരു കൊണ്ടുവന്ന് തന്നിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കിടന്നപ്പോൾ ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉപരി ഈ സാധനത്തിൽ കിടക്കാൻ നല്ല സുഖമാണ്. ഇതിപ്പോൾ പുതിയ ഇട്ടതാണ്, അന്ന് കല്യാണം പ്രമാണിച്ച് പുതിയ ഇട്ടതാണ്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് എനിക്ക് മറിഞ്ഞും തിരിഞ്ഞും എങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം ഉണ്ടെങ്കിലും ഉറക്കം കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ അപ്പോൾ നമ്മളെ ഷെബിക്ക് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സനീഷേട്ടുണ്ട്, ഓരോ ചെക്കന്മാരുണ്ട്. പിന്നെ ഒരിക്കലെ ആൾക്കാർ നേരത്തെ കാലത്ത് കറക്റ്റ് ഇപ്പോൾ എത്രയും സമയം 8 മണിയോ? നേരം നോക്കിയിട്ടൊന്നുമില്ല. എന്നെ ഒരു 10 മണിയാകുമ്പോൾ കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, എനിക്ക് ഉറക്കം വരുന്നില്ല. എങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് നടന്നിട്ടോ കണ്ണടക്കുമ്പോൾ ഞങ്ങൾ എൻട്രി സാധനമൊക്കെ ഓർമ്മ വരുന്നത്. അത് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവണില്ല. എന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കടന്നപ്പോൾ 4 മണി ആയിക്കണം. പിന്നെ ഒരു 6:30 ആയപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ തന്നെ നീച്ചു. അലാറം അടിച്ചിരുന്നു, പക്ഷെ എന്നാലും ഞാൻ തന്നെ നീച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള ബാക്കി വിശേഷങ്ങൾ കാണാം. മൂത്തേടാണ്, നിങ്ങൾക്കറിയാം മൂത്തേടം? മുർഷീൻ്റെ ഓഡിറ്റോറിയം അറിയോ? ലാവൻ്റെ അവിടെ വെച്ചിട്ടോ? ആ ആ ആ അവിടെ വെച്ച്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്. എടക്കര. ആ ബാസിലിൻ്റെ വീടിൻ്റെ അടുത്ത്. ബാസിൽ എല്ലാം തൊള്ളട്ട് ഇന്നലെ പോയിനി, നേരത്തെ വരുന്നൊക്കെ പറഞ്ഞിട്ട്. ഓനാദ്യം വിളിച്ചോട്ടെ. എത്രയ്ക്കണേ? മറ്റൊരു കണ്ണൂരിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ ഒരു 1 മണി 2 മണിക്ക് ഞാനൊക്കെ കണ്ണൂരേനി. ഇങ്ങോട്ട് വരും. ഹലോ, എവിടെ? മറ്റവരെന്താ അവസ്ഥ ആവല്ലേ? അല്ല, ഇജി എന്നാ അവിടെ പോയി ഇതാക്കിയിട്ട് പോര്, എന്നിട്ട് വരെ വന്നാ പോരെ. ഓക്കെ. ബലോടെ എത്തിക്കണ്. സ്റ്റാർട്ട് ചെയ്യാം. എന്നത്തെയും പോലെ വാരി നീച്ചിട്ടില്ലല്ലോ. എന്തായാലും ഞങ്ങളില് അത്രയും വിശ്വാസം ഉണ്ടിച്ച്, അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. എന്തിനും റെഡിയാണ്. ഹെയർ സ്റ്റൈൽ മൊത്തം മാറൂട്ടാ. നമ്മൾ പ്രീ വെഡിങ്ങിന് കേളിയാറേനി. ഇതിന് എൻ്റെ പഴയ കോലാവും. പഴയ കോല മീൻസ് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലെ. ആദ്യമൊക്കെ സ്ഥിരം ചെയ്തിരുന്നു അല്ലേ? ഏത്? ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഒരു +2 ടൈം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണല്ലേ ബ്രൈഡിൻ്റെ? കുറച്ചേ ഉള്ളൂ. അച്ചുവോ? ഹലോ,
എവിടെ ഞാൻ വരി 11 മണിക്ക് നിക്കാണ്. ഞാൻ 10:30 പോകുട്ടോ. തന്നെ ബാസിലും പറഞ്ഞത്. ആ ഓരൊക്കെ പണി കഴിയാനായി. വേമ്പാ മറ്റവരാരും വിളിച്ചിട്ട് എടുക്കില്ല. ബാസിലിനോടാണ് പോയോക്കാൻ വന്നിക്കണേ. അനാന്റെ വീട്ടിലുണ്ട്, എല്ലാരും ഉണ്ട് അവിടെ. ഫുള്ളാന്ന് ഒരു സ്ഥലമല്ലോ അവിടെ കിടക്കാൻ. എന്നിട്ടൊരു 3 ആൾക്കാര് വേറെ ചങ്ങാൻ്റെ വീട്ടിൽ പോയി. അതായിരിക്കും എന്താ പരിപാടി? മാറി നോക്ക്. ഹലോ ഹലോ ഗ്യാറസിന്റെ ഡ്രസ് എവിടെയാ? എന്റെ നേരെ താഴെയുള്ള പെങ്ങളുട്ടി. താഴത്താ? എനിക്ക് ഇങ്ങനെ കാട്ടണോ? ഇങ്ങനെ കാക്കു കാട്ടണ പോലെ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടണം കേട്ടാ. എത്തിയോ? ഹലോ ഗായ്സ്, ഇതൊക്കെ എന്താ സാധനങ്ങള്? കൊറേ കളറുകള്. വീഡിയോ ആരെടുത്താ? എൻ്റെ അടുത്താ ആരയില്ല വ്ളോഗാ റിബിന. അപ്പൊ അതിലടിച്ചു ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് എത്തിട്ടോ. സംഭവം എന്താ വെച്ചാലേ, ഞങ്ങള് സ്കൂട്ടിമേട് പോകുന്നേ, ഒറ്റ ഒന്നും നീച്ചിട്ടില്ല. എല്ലാരും പെരി പോയി കണ്ട് നീപ്പിച്ചാണ്ട് പോരാണ്. കടന്നുറങ്ങല്ലേ? ഇജ്ജ് ഉറങ്ങി, ഇജിപ്പോഴാ നീച്ച്. അപ്പൊ എന്താ വെച്ചാല് എല്ലാരും രാവിലെ ഒരു 3:30-4 മണി എപ്പോഴാ പോയിക്കണ്. പുറത്തു പോയോ? അപ്പൊ ഉറങ്ങിയിട്ടില്ല ആരും. ഇന്ന് കണ്ടോ ഒരു 12 മണിയാകുമ്പോ ഒക്കെ കട്ടാവും. അതായത് നിക്കാന്റെ സമയം കഴിഞ്ഞ് ഓണാവുമ്പോത്തിന് എല്ലാരും ഓഫ് ആവും. അപ്പൊ അങ്ങോട്ടാണ് ഇത് പോണത്. അസുറിനെ നീപ്പിച്ചിക്കണേ ഓ പെരിയില് ഓൻ്റെ അവിടെ ഇല്ല. ഞാൻ അങ്ങോട്ട് പോയാൽ നേരം പോക്ക് വരും. അതിൽ ഉമ്മാനെ വിളിച്ചാണ്ട് ഫോൺ കൊടുത്ത് നീപ്പിച്ച്. ഞാൻ പറഞ്ഞു 10:30 നിൽക്കാതെ വേറെ നീച്ചാ പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, ചെക്കനെ സനീഷേട്ടൻ്റെ അവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാണ്. സനീഷേട്ടൻ എങ്ങനെയുണ്ട്? സെറ്റ് ആവില്ലേ? ഫൈനൽ ലുക്ക്. നമ്മളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അന്ന് തൊടാനാച്ചില്ല, ഇന്ന് തന്നെ തൊടൂലേ. നമ്മളെ റിസപ്ഷൻ തന്നെ അന്ന് നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ നമ്മള് ഫ്ലെക്സിബിൾ ആയി. അടിയത്തെ റോല് ഇപ്പൊ എങ്ങനെയുണ്ട്? കല്യാണത്തിൽ ഏറ്റവും റിസ്ക് ഇല്ല ഇതൊക്കെയാണ് പരിപാടി. ഈ സ്റ്റേജുമ്പോ നിക്കുക, അത്ര റിസ്ക് വേറെ ഒന്നുമില്ല. നീച്ചാവാൻ ഭയങ്കര നേരെ ഭയങ്കര. ഇന്ന് സുബൈക്ക് അവിടെ നിന്ന് പോണേ, 5 മണിക്ക് അവിടെ നിന്ന് പോണേ. പിന്നെ വരുമ്പോ നിങ്ങൾ മേക്കപ്പ് ഒക്കെ തുടങ്ങിക്കോട്ടെ എഴുതി.
അടിയെന്ന് എടുക്ക്. ഇതും ഒരു കള്ളിപ്പണിയും അർച്ചു അങ്ങനെ ചെക്കൻ്റെ കല്യാണമായി. നമുക്ക് റിസപ്ഷൻ ഉണ്ടാക്കണം. എടാ ഞാൻ എത്തിയില്ല എപ്പോഴും. ആകെ ഇതാക്കിയോ? അടിയുടെ റൂം ഫുള്ളായി, സൈഡിന്റെ റൂം ഫുള്ളായി, ഈച്ചിന്റെ റൂം ഫുള്ളായി, നമ്മുടെ റൂം ഫുള്ളായി, അഫിന്റെ റൂം ഫുള്ളായിട്ടാ. അല്ല ഞാനൊന്നിപ്പോ കറക്റ്റ് സ്ഥലല്ല, കാരണം എപ്പോഴാ എത്തിക്കണേ കറക്റ്റ് നേരത്തെ 3 എത്തി. അത് സൽമാൻ എല്ലാരും പറഞ്ഞു എന്താ ചെയ്യാനോ ബ്രോ റൂം എടുത്തരാ പുറത്തുനിന്ന് അങ്ങനെ ചെയ്യണം. അപ്പൊ ഞാന് കുറച്ച് ദിവസമായിട്ട് പാവണ്ട് കൊറേ തിരക്കിലേരി. പക്ഷെ അതൊന്നും നമ്മള് കണക്കിലെടുക്കൂല. അതൊന്നും നമ്മള് കണക്കിലെടുക്കൂല. അപ്പൊ എന്തായാലും ഞാനോട് എനിക്ക് പുറത്ത് റൂം എടുത്തരാക്കെ പറഞ്ഞു. കല്യാണ പേരൊക്കെ എനിക്കെന്താ പറയല്ലേ? കാക്കുവിന്റെ കല്യാണാണ്, എന്താ പറയല്ലേ? ഒടച്ചോനെ മൈലാഞ്ചി അടിപൊളി. കല്യാണത്തിനെ കുറിച്ച് എനിക്ക് എന്താ പറയല്ലേ? ഓ ഇവിടെ ഉണ്ടോ? എന്റെ അമ്മ ചോദിച്ചു മന്നാനെ എവിടെ പറഞ്ഞിട്ടുണ്ട്. സനിച്ചേട്ടൻ എപ്പോഴാ തീരാ? ടൈം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? എന്റെ ഫോണോട് 10 മണിയാകുമ്പോ നമുക്ക് കറക്റ്റ് അവിടെ ഷാർപ്പ് ഇറങ്ങണം. ഓക്കെ ഓക്കെ. അവിടെ ഷാർപ്പ് 11 മണിക്കാ. പക്ഷെ എനിക്ക് വണ്ടി 11 മണി കഴിഞ്ഞാല് പിന്നെ 1 മണിക്ക് പറ്റുള്ളൂ പറഞ്ഞു. ആണോ? ചെല്ലി ചെല്ലി ചെല്ലി. എടാ എനിക്കവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇതൊക്കെ എടുക്കാണ്ടാവില്ലേ? ക്യാമറമാർക്ക് ഇറങ്ങണത് ഒരു 5 മിനിറ്റ് പോലെ. ഡ്രസ് എടുക്കാൻ പറഞ്ഞോ? അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ അച്യുത എത്തിയിരിക്കുകയാണ്. എന്താണ് ചെക്കന് ഈ ഫസ്റ്റ് ലുക്കിൽ പറയാല്ലേ? കാണാതെ എങ്ങനെ പറയണ? എടാ എന്നാ നമുക്കൊരു കാര്യം ചെയ്തല്ലോ. ചാൻസ് ആണല്ലോ. ഞാൻ മാറ്റി. ഈ വെളുപ്പം വ്ളോഗ് എടുക്കുമ്പോ എനിക്ക് കിഡ്സിന്റെ കാവലുണ്ടോ വ്ളോഗ്? ഇല്ല, അതിന്റെ ഭാഗ്യം കേട്ടോ. അല്ല അത് കൊടുത്താലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സ്വയം മോണിറ്റർ ചെയ്തിട്ട് കിഡ്സ് ആക്കും വ്ളോഗ്. ഞാൻ കൊറേ നേരം കുട്ടികളൊക്കെ വ്ളോഗ് ഇടുമ്പല്ലേ നേരെ കിഡ്സ് പോകും. മെയ്ഡ് ഫോർ കിഡ്സ് പോകും. കുട്ടികൾ കൊറേ നേരം പൊട്ടെന്നൊക്കെ കാത്തിരുന്ന കല്യാണമാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഒരുപാട് കാലങ്ങളായിട്ട് എല്ലാവരും കാത്തിക്കണ്ടേനി. പണ്ടൊരു റിവീൽ ചെയ്തിനില്ല എന്തോ ഒരു ഡേറ്റ്. നമുക്ക് ഡേറ്റ് വേണ്ട. ഓ കല്യാണം കഴിഞ്ഞതിന്റെ പിന്നെ ഡേറ്റുകൾ സെറ്റ് ചെയ്യണവര്. അക്കു ജിമ്മിയോ? ജിമ്മി 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 ജിമ്മി. എന്റെ പേര് നബി. പുതിയാപ്പിളം എന്താ റെഡി ആവാത്ത? പുതിയാപ്പിളം റെഡി ആയിട്ട് വേണം നമുക്ക് ഇറങ്ങാം അല്ലേ? മാമന്റെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണമാണ്.
അടിപൊളിയായി. ഓ സൂപ്പർ. അത് ഇങ്ങനെ നടക്കണം അപ്പച്ചി, അല്ല ഇങ്ങനെ കാണുപ്പ്. ബട്ടർഫ്ലൈ ഇവിടെ അല്ലേ, ബാക്കിലല്ലേ? എന്തോ പഠിച്ചാൻ പോകുന്നുണ്ട് ഒരാള്. വലിയ 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 ആൾക്കാർ വന്നു മാറിക്കട്ടെ, അല്ലെ വേറെ എംപ്ലാവും. ഇതെന്താ ഇൻഫ്ലുവൻസേഴ്സ് ലീഗ? നിങ്ങൾക്ക് ഊക്കാലിന്റെ നല്ല വകുപ്പുണ്ടേ, നിന്നെ വിളിച്ചിരുന്നു. ബ്ലോഗ് പോണ ഇനി ജിമ്മിന്റെ ബ്ലോഗ് പോണാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചെക്കൻ ഇതാ ഒരുങ്ങി കഴിഞ്ഞു. ഞാൻ ചെക്കൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടോ എങ്ങനെയുണ്ട് പറയട്ടെ എല്ലാവരും. അവിടെ ദാ കുറെ പൊട്ടന്മാര് അന്തം വിട്ടിക്കണ്. ഡാടാ ഹലോ ഹലോ, ചെക്കൻ എങ്ങനെയുണ്ടെന്ന് പറയാം, അഭിപ്രായം പറയും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്ന് മേലെ അയിമല ടൈറ്റ് ആയിക്കണത് റിബിനോടെ. ആ ഓണല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ അസറു എന്താ കാട്ടിച്ചാല് ലാസ്റ്റ് വന്ന് എന്നിട്ട് നമ്മളെക്കാളും സെറ്റപ്പില് ഫുൾ പണി അതിന് ടാലിയാക്കില്ലേ. അപ്പൊ നമ്മളെ ചെക്കന് ഇതാ അടിപൊളിയായിട്ട് ഒരുങ്ങി കഴിഞ്ഞു. പെണ്ണെന്തായി വിളിച്ചോക്കട്ടെ, ലക്ഷ്യൊക്കെ വിളിച്ചോക്കട്ടെ. പരിപാടി തകർക്കും. അതോ എന്നാ ഈ മൈക്ക് വെച്ചാണ്ട് ഒന്ന് ഡീൽ ചെയ്താ ജിംസാന്റെ ബ്ലോഗാണ്. അപ്പം മാറ്റി വരില്ല നമ്മള്. എനിക്കെന്താ പറയാന്, എന്റെ ചെക്കൻ ഇങ്ങനെ കാണണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അല്ലേ, ഇന്നെ കാണാൻ ഇനിയും ടൈമുണ്ട്. നമുക്ക് അതിന്റെ അടിയിൽ കാണാൻ പറ്റുന്ന ഒരാളുണ്ട് ആ കൂട്ടത്തില്. ആ കൂട്ടത്തില് ഇല്ല. ഹായ് ബ്രോ, സെറ്റല്ലേ? അത് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. എനിക്ക് അടുത്ത കാണാൻ ആഗ്രഹം തന്നെയാണ് ഇങ്ങനെ ഈ ഒരു കോസ്റ്റ്യൂം. അനാനും കാണണം, പക്ഷെ എനിക്ക് അന്നിയും കാണണം. എന്താണ് അങ്ങനെ സാധിക്കുക? ജിംഷാന്റെ ഈ ഒരു കോസ്റ്റ്യൂമിനെ പറ്റി എന്താ പറയുക? ഓ അടിപൊളി. ഞാൻ അങ്ങനെ അഭിനയിക്കട്ടെ പണ്ടത്തെ വീഡിയോ അഭിനയിക്കേ ഞാൻ കുടുക്കൂരിയാണ്ട് ഇട്ടെടുത്തതാ. ഇതെന്താ ഉയിഞ്ഞൊടുക്കേ? പൊറാട്ട മാവ് അടിച്ചണ അതിൽ ഉയ്യ. ഇനി എങ്ങനെ ഇതൊക്കെ തുന്നച്ചാണ്, ഇതൊന്നും കാട്ടാൻ കഴിയില്ല. ആ ഇനി ഫോണൊക്കെ ഞങ്ങള് പിടിക്കാം. കാട്ട് ആയത് പഠിച്ചേ. എന്തായാലും സ്റ്റാൻഡേർഡ് സാധനങ്ങൾ ഇട്ടുള്ളൂ ഞങ്ങള്, ക്വാളിറ്റി. മുത്തേ ഇന്റെ മുത്ത് എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട് എവിടെതാ ഫസ്റ്റ് ലുക്ക്? ജിംഷാന്റെ ഫസ്റ്റ് ലുക്കിനെ പറ്റി എന്താ പറയാ? അന്തം വിട്ടു. ഇങ്ങനെ ഒരു ഇവിടുന്ന് ഇങ്ങനെ അടിക്ക് മോളൊക്കെ ആക്കിയാ വരും. വൺ ലുക്കില്ലേ അഭിനയം കൂടി ഇങ്ങനെ കാണണം ആഗ്രഹം. When we can see you like this after my two brothers kalyanam it will happen soon
Maybe RCs happen soon, within 1 month. No. Look at his smile. Not Ismail. Not a smile. ഇത് പഴയ നമ്മൾ ഇപ്രാവശ്യം 2 ടൈപ്പ് വീഡിയോ ഉണ്ട്. ഒന്ന് പഴയ ടൈപ്പ് അത് പിടിച്ചോ. അങ്ങ് പോവാ. ഇത് രണ്ട് ഉസ്താമാരി കൂട്ടി കളിക്കാം. കളി പിന്നെ അങ്ങോട്ട് പിടിച്ചോ, അങ്ങോട്ട് പിടിച്ചേ. എത്തിയോ? എത്തിക്കണോ? ഒക്കെ അറിയാം. ഇരുന്നോളി. അവിടെ 11 മണി. അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. 10 വൈക്കടവല്ലേ? ഇവിടെ മൂത്തേടത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് നമ്മൾ ഓതിയ സൂറത്ത് ഫാത്തിഹ, ഇഖ്ലാസ്, മഅബൂദത്തിനിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതിലേറെ ഭംഗിയിൽ എല്ലാം റാഹത്തോടു കൂടി പൂർത്തീകരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യവും റാഹത്തും സന്തോഷവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് പുതിയ ഒരു ബന്ധങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അല്ലാഹു തആല എല്ലാം ഹൈറിലാക്കി തരുമാറാവട്ടെ, സന്തോഷകരമാക്കി തരുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് സലാമത്ത് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഈ പുതിയ പുതുമാരനും അതുപോലെ പുതുനാരിക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നിങ്ങൾ ചാറ്റ് ചെയ്യണോ?
പിന്നെ വണ്ടി ഒക്കെ ഉള്ളോട്ട് ആ വണ്ടി ഉണ്ടോ? വണ്ടി എല്ലാവർക്കും ഉണ്ട്. ആ ഓൽക്കൊക്കെ വണ്ടി ഉണ്ട്. ഇറങ്ങല്ലേ? ആ ഇറങ്ങാണ്. ഓയ് നിങ്ങള് വരുന്നില്ലേ? വരാം. എവിടെ സിത്തു? എന്താ ചെങ്ങായി ഏതാ വേറെട്ടോ ലജിൻ വരുന്നുണ്ട്. ഇന്നിപ്പോ വരി നിങ്ങള് കൊണ്ടെത്തൂലേ? അല്ല ഞാനവിടെ ഇറങ്ങിക്കണോ? കൂട്ടാ വണ്ടി എന്താ വണ്ടി നിങ്ങൾക്ക് ഇന്ന വണ്ടി എടുക്കാം? എടാ ഒന്ന് ആ കാസല്ലേ മാറ്റി അച്ഛോ അച്ഛോ അവിടെ ഒരു കല്ലുണ്ട് അതാണ് ഇത്. ഇതാൻ്റെ ഇതിലെടുക്കുക പോക്കല്ലിടോ. റിബിനെ എനിക്ക് ആ നമ്പർ അയച്ചിരിക്കും. ഞാൻ ഒന്ന് വിളിച്ചിട്ട് ചെല്ലു കേട്ടോ. എന്തൊക്കെയാ? താങ്ക് യു. എവിടെ എല്ലാരും ഉണ്ടല്ലോ. എന്താ കയ്യിന്? ഇപ്പോ അപ്പൊ വാ പോയിട്ട് വരാം. അസ്സലാമലൈക്കും കേട്ടോ. പോയരട്ടോ. ഓക്കെ ആ പോയരാ എന്തായാലും. ഇതോ കിട്ടില്ല കിട്ടില്ല. ടയർ 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 കുറച്ച് ബാക്ക് എടുത്തോ. കുറച്ച് ബാക്ക് എടുത്തോ. ഒന്നും കൂടി അങ്ങോട്ടാക്കി എടുത്തോക്ക്. എടാ വൻ ലുക്കൻ ഈ ഡ്രസ് എല്ലാരും അതല്ലേ ആര് നിങ്ങൾ കൊണ്ടുവരും. എൻ്റെ അടുത്ത് തരണ്ട. ആ പേപ്പർ എടുത്തിനോ? വരുന്നോ? വരി. വേറല്ലേ? ടൈം എത്രയായി? 41 അന്ന് ഇനി പോവാ. ഞാൻ അവിടെ നോക്കാം. ഇവിടെ ഇടാം.
ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. കേറല്ലേ എടാ കണ്ടുവിട്ടടാ കൂട്ടിവിട്ടല്ലേ ഞാൻ വിടക്ക് കോഴിക്കോട് ആ ചെക്കന്മാരൊന്നും തുടരാ അയ്യോ അതും തുറന്ന ഇത് തുറന്നു ഇത് തുറന്നു ഇത് തുറന്നു അനു തുറക്കട്ടെ ഔട്ടിയാലോ തിരിഞ്ഞ് എൻട്രി ചെയ്തില്ലേ മുതിർന്നവരോട് കേറിക്കാൻ പറയും. പഴയ ഫ്രണ്ട്സ് എടുക്കുന്നുണ്ട് അല്ലേ? അല്ല അസ്സലാമലൈക്കും. മനസ്സിലായി. അതോട് മാറിക്കണത് 7th നേടിയത് ആ ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم. ألا وإن الله تعالى أمرنا بالنكاح ونهانا عن الزفاف
فقال مخبرا وآمرا وأنكم الأيام منكم والصالحين من عبادكم فإمائكم يكون الفقراء يغنيهم الله من فضله والله واسع عليم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتقوا الله الذي تساءلون بالأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وقال النبي صلى الله عليه وسلم من تزوج بامرأة فقد أهل ثلثيه فليتق الله في ثلث الباقي. أقول قولي هذا واستغفر الله العظيم لي ولكم ولوالدين ولوالديكم واستعفيه عني وعنكم عن جميع المسلمين أجمعين واستغفروا إنه هو الغفور الرحيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن بسم الرحيم. الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد على سيدنا محمد صلى الله عليه وسلم. صلى الله عليه وسلم. زوجتك زوجتك وأنكحتك ونكاحتك سيد إقبال بنت بنت أخي أخي سيد سيد إقبال بمهر هذا كليه إليه من الذهب. من الله. قبلت منك منك نكاحها نكاحها وتزويجها تزويجها بهذا المهر بهذا المهر المذكور المذكور ورضيت به. ورضيت به. എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ സയ്യിദ് ഇക്ബാൽ സയ്യദ് ഇക്ബാൽ എന്നവരുടെ എന്നവരുടെ മകൾ മഹർ സയ്യിദ ഇക്ബാൽ സയ്യദ് ഇക്ബാൽ എന്നവരെ എന്നവരുടെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ സഹോദരൻ സയ്യിദ് ഇക്ബാൽ എന്നവരുടെ മകൾ സയ്യിദ് ഇക്ബാൽ എന്നവരുടെ മകൾ ഈ സ്വർണ്ണാഭരണം മഹറിന് നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഹലാലായ ഇണയാക്കി തന്നതിന് നിങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ചു. മേൽപ്പറഞ്ഞ മഹറിന് തൃപ്തിപ്പെട്ടു പൊരുത്തപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه أجمعين. الحمد لله رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ مثلنا بما قرأناه من القرآن العظيم هدية مقبولة منا أول إلى حضرة النبي سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم ويا أرواح الأنبياء والمرسلين والأولياء والعلماء والشهداء والزهاد والصديقين والصالحين أينما كانوا من مشارق الأرض إلى مغاربها ومن الحق وخير الخير أجمعين. اللهم بحقوقهم بجاههم لا سيما بحق سيدنا محمد صلى الله عليه وسلم وبارك لنا في جميع أمورنا لا سيما في لقائنا هذا بركة دامة دائمة يا رب العالمين. يا أيها الزوجان بارك الله لكما وبارك عليكما وجمع الله بينكما في خير ولطف وعافية. اللهم ألف بين هذين الزوجين كما ألفت بين رسول الله
صلى الله عليه وسلم وأزواجه وأحبابه أمهات المؤمنين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. ഉപ്പല്ലേ സൈൻ ഓലോടൊന്ന് ചോദിച്ചാൽ ചാടിയോ എന്തോ പറ്റിയിരുന്നു ഇത് ഇങ്ങോട്ട് ഇറക്കിടാനാണ് ഇങ്ങോട്ട് ഇറക്കി അത് കൈയ്യാട്ടി കാണി ഇതൊക്കെ ഒരു ചടങ്ങാണ് അളിയ ഇവിടെ വരി ഒന്നുകൂടി ഇല്ലേ അടുത്താണ് വരും എല്ലാവരും വരും ബാബാ റിയൽ ഫീൽ ആണ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഇനി അഭിനയം ഇത് റിയല് ഇനി അഭിനയം അഭിനയം എങ്ങനെ വെച്ചാല് പൊളിക്കല്ലേ ഇനി പരിപാടി തുടങ്ങല്ലേ തന്നെയാണോ നരസിംഹത്തിലെ മോഹൻലാലിന്റെ വരി അയക്കണ്ട മീശ പിരിച്ചു അങ്ങനെ വെൽക്കം ടു ദി ക്ലബ് എൻട്രി റെഡി ഹാപ്പി മാരിഡ് ലൈഫ് ഷറാവട്ടെ നിക്ക് ഷാനുവാ എടാ ഇത് കുറച്ച് മുന്നിൽ കൂടാണോ എനിക്ക് ഫോട്ടോ എടുക്കാൻ വന്ന പോലെ തോന്നണം എനിക്ക് ഫോട്ടോ എടുക്കാൻ വന്ന പോലെ എല്ലാരും ഓരോരുത്തരെയും ഹഗ് ചെയ്ത് വരണം. ചെറുനാവേ ബാക്കിൽ ഇത് പൊക്കാൻ പറഞ്ഞ ചെറുനാവേ എടാ ഇത് മുന്നിൽ കൂടെ
കൈ പോലെ കിടക്ക്. ഷാളിനെന്താ പറ്റി? ഷാളിനെന്താ പറ്റി? ഷാള് എടാ ഇതെന്താ പറ്റി ഷാളിന്? അല്ല മൂപ്പരെന്ന് വിളിച്ചാ റെഡി അന്നേക്കാണല്ലോ ഏൽപ്പിച്ചിട്ട്. എടാ നോക്ക് സൈക്കോ കോളാക്കി. എടാ നീ മാറുന്ന ഇത് മതി, കുഴപ്പമില്ല, ഞാൻ കഴിഞ്ഞിട്ട് റെഡിയാക്കാം. എടാ വരി വരി. ഒരാക്കിട്ടോ കൈ സോറിയടാ ആ ഒരു ഫ്ലോയിൽ വരും. അടുത്താള് അത് അറബ് സ്റ്റൈൽ. മലയാളി സ്റ്റൈൽ. ജനമുണ്ട് ആയിരം പേർക്കൊന്നും തരട്ടെ. അടിപൊളിയാവട്ടെ. ഹാപ്പി മാരീഡ് ബ്രോ. എടാ നിങ്ങൾ ഇതായിക്കോളി. കാലൊന്നും നീട്ടി പ്രത്യേകം പറഞ്ഞു എന്താ ഓഫാക്കിയാ? എടാ ഇത് ഞങ്ങൾ ഇരുണ്ടിച്ചത് കറണ്ട് പോയോ? അല്ലെങ്കിൽ ഇരുണ്ടോണ്ടല്ലോ തീ. കൂളറൊന്നുമില്ല, കൂളർ വെച്ചില്ല, കൂളറില്ല. നാളെ എന്തായാലും വെക്കിട്ടോ. അടഞ്ഞ അലമ്പാക്കണ പോലെ സീക്രട്ട് ഓരോന്നോരോന്ന് വിളിച്ചാൽ പൊട്ടിച്ചു ഞാൻ പോയി. ഗ്രാഫ് ഇടക്ക് പൊന്തും അങ്ങോട്ട് നോക്കേ. ജമാലിക്കാക്കണ ബാക്കിലാവട്ടെ. എടാ അങ്ങോട്ട് നോക്കണം. ചീറാൻ പറഞ്ഞേ. ഞെട്ടിക്കത്
റെക്കോർഡൊക്കെയില്ല. ഞാനില്ല ഞമ്മക്ക് ഞമ്മളാവില്ല എന്നാല് ചൊറുക്കണ്ടേ ഡ്രസ്. അല്ല ഞങ്ങൾ ഇവിടുന്ന് ഒരു എൻട്രി കഴിഞ്ഞിട്ട് ഓള് വന്നോട്ടെ. അല്ല ഓള് ഞങ്ങൾ പാട്ടൊക്കെ മാറുവാനി അല്ല നമുക്ക് വേറെ പാട്ടില്ല. പറയണോ? ഇല്ല പറഞ്ഞു ഞങ്ങള് കയറിക്കോളൂ, കുഴപ്പമില്ല. അതൊക്കെ ഒന്നുമില്ല, ഒന്നുകൂടി ഒന്ന് കേറാൻ വീഡിയോസ് കാണാൻ. എടാ വരി പാട്ടേ താമ്പടി താമ്പടി എടാ ഇങ്ങള് തുറന്നാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ തടവി വരും. എടാ ഓളം നിങ്ങൾ തുറക്കണെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. കുട്ടിയാണോ നമ്മൾ ഡാൻസ് കളിച്ചോ? ഡാൻസ് കളിച്ചോ? ഒന്ന് തോന്നിയത് നിങ്ങൾ എന്തെങ്കിലൊക്കെ ചെറുക്കന്മാർ അല്ലേ? സെറ്റല്ലേ? സേഫല്ലേ? നമ്മളെ ഹാപ്പി ആവട്ടെ. വന്നോട്ടല്ലേ? ഓൾറെഡി ഫോട്ടോ എടുത്താണ് എടുക്കുന്നത്. അല്ല ഇനിയിപ്പോ എൻട്രി അല്ല എന്തപ്പോ കാട്ടണേ? ഓക്കെയാണ്. മറ്റോടെ മറ്റോളവിടെ ഫോട്ടോ ഒക്കെ വന്ന പോലെ തോന്നുന്നു. പരിപാടിക്ക് വന്നുകൊണ്ട് ഫുൾ കുഴപ്പമില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങിക്കല്ലേ? എടാ
എടാ മുടി സീനൊന്നുമില്ലല്ലോ, വേർക്കുണ്ടോ? തുറക്കണോ? ഇവിടെ വന്നിട്ട് പോക്കറ്റിന്ന് തീർത്തടിക്കണം. അത് അനങ്ങാൻ വെക്കില്ല. ആ ടവലെവിടെ? ടവല് പോയോ? ടവല് ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഉണ്ടോ? കുഴപ്പമില്ല, ഇത് അറിയണമെന്നില്ലല്ലോ. ടിഷ്യൂ ഉണ്ടോ? ഇവിടെ ടവലുണ്ട് ഇതില് കാണാമല്ലോ. മറ്റേ ചെയറിലുണ്ടോ? ചെയറില് ടിഷ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. കാറ്റോണ്ട് കിട്ടാറുണ്ട് പൂവ്.
ഓക്കെ റെഡി നിങ്ങളില്ലേ രണ്ടര അവിടെ ഇറങ്ങുക ഞങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കാം രണ്ടര കൈ ഞങ്ങൾ ബാഗിൽ ചെയ്യില്ല ബാഗിൽ ഷോട്ട് ഞങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഓരോണ്ടാകത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് കൈ അപ്പേ ഞാൻ ബാഗിൽ ചെയ്ത് കൈ ഷോട്ട് ചെയ്യാം പിന്നെ ക്യൂ നിൽക്കല്ലേ മേലെ കൈ വെച്ച് ഇറങ്ങിയിട്ട് ജസ്റ്റ് അവിടെ അപ്പേ ഹൈ വെച്ചോന്നല്ലേ ഇറങ്ങി വാ ഓലല്ലേ ഇറങ്ങിയതല്ലേ കൈ ഹഗ് ചെയ്യാം നമ്മളെല്ലാം ചീർ ചെയ്യാം നമ്മള് കണ്ടല്ലോ അടിപോയി മറ്റേത് കളിച്ചോലോ ഇത്
ഹായ് പറ ബ്ലോഗില് ഹായ് പറ റിമിങ് ആക്കണം ഹായ് പറ കലിപ്പ എല്ലാവരും ജിമ്മിക്കാനെ നോക്കണം ജിമ്മിക്ക ഓക്കെ എല്ലാവരും ചേർന്ന് ഓക്കെ ഇന്ന് വന്ന വഴി നമ്മൾ മറക്കില്ല നന്ദിയൊരിക്കലും നമ്മൾ തഴയില്ല കണ്ണിലെണ്ണയൊഴിച്ചു ഞാൻ കാത്തിരുന്ന നീ എന്ന് തന്നെയാണ് തീരുമാനം വിധിച്ച നമുക്ക് അഭിവൃദ്ധി വരില്ല ഇവിടെ വിമാന കൊടുക്കണ്ട ചക്കരെ കാതിയക്കരെ പാലക്കോട് കമ്പ്രാനെ പോലെ നീതി കെട്ടിയോ കാലം ചെയ്യട് ഇതൊക്കെ തമ്പ് കൊണ്ട് വളർത്തിയ കട്ടേക്കടി ഏയ്യ പടപലെടുത്ത് നേടിയാക്കര வீட்டு போய் சேர மாட்டேன்
നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും വീട്ടുകാരുടെ പൊന്നാനിയുമായ കുഞ്ഞാവമുക്കിന്റെ കുഞ്ഞാവിയുടെ ഇത്രയും കല്യാണങ്ങള് അപ്പോൾ എന്നെ പ്രതിയിൽ നിറഞ്ഞ കല്യാണമംഗള ആശംസകൾ അറിയിച്ചു കൊടുക്കുന്നു. ജീവിതത്തിലുണ്ടാവുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിന്റെ വിജയമെന്ന അതിസുന്ദരമായ സ്വപ്നം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതുമണവാട്ടി നിന്റെ അടിമല്ല കീരാവിലെ അഴകേറും പുതുമരൻ ഇത വരുന്നേ എന്നെ ഇത വരുന്നേ. മദനശരം പോലെ വരാം തുജശകം ഞാൻ പകരാം വന്നാമേകാം ഞാൻ അടിമുടി പടി പഴകിൽ ഞാൻ ഒന്നാം നമ്പർ പടയടി അടിപൊളിയിൽ ഒന്നാം നമ്പർ.
ഞെട്ടിക്കൽ ബിരിയാണി സ്പോൺസർഡ് ബൈ കെപി നമ്മുടെ സ്വന്തം എബിലുണ്ട് മൂന്നാല് ആൾക്കാര് ഇവിടെ താഴത്ത് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ റൂമൊക്കെ കണ്ടിട്ട് എന്താ അഭിപ്രായം? മമ്മി എന്താ പറയാനുള്ളത്? ഇതിങ്ങനെ കാണുന്ന പോലെയല്ലോ. അതെ. അപ്പൊ ഒറ്റയടിക്ക് നിങ്ങള് വിഷ്വല് മാറിയതുകൊണ്ട് ഇതെന്താ പെട്ടെന്ന് കഴിഞ്ഞോന്ന് വിചാരിക്കണ്ടാവും. വേറെ ഒന്നുമല്ല, ഫോൺ ഓഫായി പോയി ഒന്ന്. പിന്നെ എനിക്ക് കറക്റ്റ് അതിന്റെ കാര്യം നോക്കാൻ പറ്റിയില്ല, ചാർജർ എടുത്തിട്ടില്ലേനു. അപ്പൊ എന്തായാലും നാളെ റിസപ്ഷൻ നടക്കാൻ പോണത്. പിന്നെ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണേ. എന്തായാലും ചെക്കന്മാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് എല്ലാവരും ഇതേപോലെ ആരത് അത് ഇതിന്റെ ടീഷർട്ട് അല്ലേ? എന്റെ ടീഷർട്ട് അല്ലേ? ആ, അപ്പോ എല്ലാരും ഹാപ്പിയാണ്. ഇപ്പൊ ഞാനാണെങ്കിലും ഒന്നാമത് എന്താ വെച്ചാല് ഫ്രണ്ട് വീട്ടില് ആകെ ഒരു 400-500 ആൾക്കാരെ ഉള്ളിൽ പരിപാടികളും. കാരണം ഞങ്ങൾ ഇവിടുന്ന് പോയതും പിന്നെ അവിടുത്തെ ആൾക്കാരും ഞങ്ങൾ ഇവിടുന്ന് പോയതും പിന്നെ അതേപോലെ അവിടുത്തെ ആൾക്കാരും പാടെ കൂട്ടിയിട്ട് ആകെ 500 ആൾക്കാരുള്ളൂ. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയ ആൾക്കാരാണെന്ന്. അപ്പൊ അവിടെ വളരെ ചെറിയ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ ചെക്കന്മാർക്കും നന്നായി എൻജോയ് ചെയ്തിട്ട് പരിപാടി കൂടാൻ പറ്റി. അപ്പോ എന്തായാലും നമുക്ക് നാളത്തെ റിസപ്ഷന്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഏതായാലും നാളെ കാണാം ഗൈസ്. ബൈ ബൈ.